പൊട്ടൻഷ്യോമീറ്റർ? അതായത് ആദ്യം നമ്മൾ ആ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യും. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി 1 വോൾട്ട് വെച്ചിട്ടാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. അതായത് ഡാനിയൽസൺ 1.08 നിങ്ങൾ ആ 0.8 കളഞ്ഞേക്കുക, 1 വോൾട്ടാന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 1 വോൾട്ടിന് നമ്മൾ ലാസ്റ്റത്തെ ലൈനിലേക്കാണ് ഏതാണ്ട് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസിങ്ങിലേക്ക് എത്തിക്കുക. അതായത് ഇപ്പോൾ ഒരു 950 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 900 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 വോൾട്ട് കറസ്പോണ്ട് 900. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാലിബ്രേഷൻ ഓഫ് വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 0.1 വോൾട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ എത്ര ലെങ്ത് വരും നമുക്കറിയാം. 90 സെൻറ്റിമീറ്റർ വരും. 0.2 ആണെന്നുണ്ടെങ്കിൽ 180 വരും. 0.3 ആണെങ്കിൽ 270 വരും. ഓക്കെ. 0.4 ആണെങ്കിൽ 360 വരും. അതിൻ്റെ അടുത്ത് കേട്ടോ, പ്ലസ് ഓർ മൈനസ് കുറച്ച് മാറും. അപ്പോൾ ആ റീഡിങ് എടുത്ത് പോകാൻ തന്നെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാതെ വളരെ കറക്റ്റാണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ അമ്മീറ്റർ കാലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു 0.1 ആംപിയർ ആണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ അതൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് 1 ഓം റെസിസ്റ്ററിലൂടെ കടത്തി വിടുക. അപ്പോൾ ആ 1 ഓം റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0.1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ആ 0.1 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 90 സെൻറ്റിമീറ്റർ കിട്ടണം. ഓക്കെ. അപ്പോൾ അത് കാലിബ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാവാം. ഈ ഹൈ റേഞ്ച് വോൾട്ട് മീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ 10 വോൾട്ട് വരെ. ഓക്കെ. പക്ഷേ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് 10 വോൾട്ട് വരെ ചെയ്യാൻ പറ്റില്ല, മാക്സിമം 1 വോൾട്ട് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ സെറ്റ് ചെയ്യാണ് ചെയ്യാം. 1:9 റേഷ്യോയിൽ നമ്മൾ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ 1 ആ 1 ഓമിൻ്റെ അക്രോസ്, അല്ലെങ്കിൽ 1 ഓം അല്ല, റേഷ്യോ 1 അക്രോസ് എന്ത് വരും, അതിൻ്റെ 10-1 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ 10 വോൾട്ടാണ് നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ ചെറിയ റെസിസ്റ്റൻസിന് അക്രോസ് 1 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 900 നമ്മൾ എടുക്കും. അതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ തിയറി. അപ്പോൾ അതും റീഡിങ് എടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാം. പിന്നെ അതിൽ പലപ്പോഴും കണക്ഷൻസ് ലൂസ് കണക്ഷനൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക, അത് ശ്രദ്ധിക്കുക. ദെൻ റെസിസ്റ്റൻസ് ബോക്സ് തെറ്റാൻ ഏറ്റവും സാധ്യതയുള്ള സാധനമാണ് റെസിസ്റ്റൻസ് ബോക്സ്. അപ്പോൾ നമ്മൾ 50 ഓം ആണെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് ചിലപ്പോൾ 50 ഓം ആവില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലൂസായി കിടക്കുന്നത് ചിലപ്പോൾ 500 ഓമോ 1000 ഓമോ വരെയാണ് ഇപ്പൊ സർക്കുലർ കോയിൽ അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ TG ഇതെല്ലാം എന്താ ചെയ്യുന്നത്, ടാൻജന്റ് ലോ. ഇപ്പൊ ടാൻജന്റ് ലോന്റെ ബേസ് എന്ന് പറയുന്നത് ഇവൻ ദൂരെ ഇരുന്നിട്ട് തന്നെ അറിയാം ശരിയാണോ തെറ്റാണോ. കാരണം എർത്ത് മാഗ്നറ്റിക് ഫീൽഡും കോയിൽ കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരുന്നു. അപ്പോൾ ആ എക്സാമിനർക്ക് വേണമെങ്കിൽ അവിടെ ആ നടുക്ക് ചേരി ഇരുന്നിട്ട് അവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം അയാൾ വെച്ചിരിക്കുന്ന ഡയറക്ഷൻ ശരിയില്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും, ഈ കുട്ടിക്കൊന്നും അറിയില്ല, വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണെന്ന് ഞങ്ങൾക്ക് അവിടെ ഇരുന്നാൽ തന്നെ മനസ്സിലാവും. അതിനടുത്ത് വന്ന് നോക്കൊന്നും വേണം, അതടുത്ത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആവണം. പിന്നെന്താ വേറെ എക്സ്പെർട്ട് ലീസ് ഡിസ്ക് വളരെ എളുപ്പമാണ്. ടൈം എടുക്കുന്നു മാത്രം. ലീസ് ഡിസ്ക് വളരെ എളുപ്പമാണ്. അത് ചെയ്യാം, അത് ചെയ്യാം. അല്ല, അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ചൂടായാലും കുഴപ്പമില്ലല്ലോ, അത് എക്സ്ട്രാ ചൂടായാലും കുഴപ്പമില്ല. കുറേ കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്യലുള്ളൂ. അതിൻ്റെ അപ്പുറം എത്ര ചൂടാക്കിയാലും നമുക്ക് സംഭവിക്കാൻ പറ്റില്ല. പിന്നെന്താ വേറെ എക്സ്പെർട്ട് വേറെ എക്സ്പെർട്ട് അപ്പോൾ കൺവേർഷൻ കേസിൽ എന്താണെങ്കിലും ഗാൽവനോമീറ്ററിന്റെ അവിടെ ഉള്ളതിന്റെ റെസിസ്റ്റൻസ് ഒന്ന് നോക്കി വെക്കുക. ആ ചെറിയ ടൈപ്പാണ്, അതെങ്കിൽ 100 ഓം ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. മറ്റേതാണെങ്കിൽ ഒരു 180 മുതൽ 200 ഓം, കുറച്ച് വലിയൊരു ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഏതാണ്ട് അതായിരിക്കും അതിന്റെ
ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഹാഫ് ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും ഊരേണ്ടത് ഏകദേശം ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കും. അതൊന്ന് മൈൻഡ് ചെയ്യും. അപ്പോൾ അതിലും അതിൻ്റെ റെസിസ്റ്റൻസ് എത്ര കിട്ടണം എന്നൊന്നും നിങ്ങൾ നോക്കിയില്ല. അപ്പോൾ വോൾട്ട് മീറ്റർ കൺവേർഷൻ ആണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ അത് ഏകദേശം ഒരു ഗാൽവനോമീറ്ററിന് 6700 ആ റേഞ്ചിൽ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. മറ്റേതിൻ്റെയും നോക്കുക, രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ അത് കിട്ടുന്നില്ലേ നോക്കിയിട്ട്, കാരണം അത് തെറ്റിയാൽ മറ്റേതും തെറ്റും. പിന്നെ അതിൻ്റെ കാലിബ്രേഷൻ തെറ്റും. പിന്നെ ദെൻ കൺവേർഷൻ ടു അമ്മീറ്റർ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം അതിന് നമ്മൾ വളരെ ലോ റെസിസ്റ്റൻസ് ആണ് വെക്കാൻ പോകുന്നത്. അത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ നോക്കാം. അത്ര നമുക്ക് പറയാം. പഠിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം എന്താ അറിയോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അന്ന് രാവിലെയാണ് ഏതൊക്കെ എക്സ്പീരിയൻസ് കിട്ടുക. അപ്പൊ അതിന് നമ്മൾ ആൾറെഡി ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. PG 3 എക്സ്പീരിയൻസ് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതാണ്. ഓക്കെ, ബാലിസ്റ്റിക് കംപ്ലീറ്റ് ഒഴിവാക്കിയത്, അത് കംപ്ലീറ്റ് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൽ 2 എക്സ്പെരിമെൻറ്റും പിന്നെ ഇതും ഒക്കെ കൂടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാലിസ്റ്റിക് എന്തായാലും ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരും. അതാണ് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ പരമാവധി വേറെ ഒഴിവാക്കേണ്ട എക്സ്പെരിമെൻ്റ് വല്ലതും ഉണ്ടോ? എളുപ്പമാണ്. ശരി, ഓക്കെ, നോക്കാം. അത്രയും പറയാം. എക്സാമിന് തന്നെയാണ് ജോഷിഡിക്കും ചേർക്കാം. ടീച്ചർ എക്സാമിന് സാർക്ക് എക്സാമിന് വരികയാണ്. വേറെന്താ?